വേറെ ഒന്നുമില്ല, ഇപ്പൊ റൂം അങ്ങനെ അടിപൊളിയായിട്ടുണ്ട് കേസ്. ഞാൻ വിചാരിച്ച കാര്യം, ഞാൻ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്റെ റൂം ഇങ്ങനെ ആയിരിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട്. ഹായ് കേസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം കേസ്. അപ്പൊ എന്റെ ഒരു അറിവിൽ ഇത് നമ്മുടെ ഹോം റെനോവേഷന്റെ 3ാമത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നത്. ആദ്യം നമ്മുടെ ഷെഡ് ചെയ്തു, പിന്നെ നമ്മുടെ വീട് പെയിന്റ് ചെയ്തു. ഇപ്പൊ നമ്മുടെ റൂമിൽ 1-2 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം കേസ്. അതിനു മുമ്പ് നല്ലൊരു കാര്യമുണ്ട്, അതുപോലെ തന്നെ ഒരു മോശം കാര്യവും സംഭവിച്ചായിരുന്നു. എപ്പോഴും നമ്മുടെ ലൈഫിൽ നല്ലത് മാത്രമല്ല വരുന്നത്. ഒരു സൈഡ് റെഡിയാക്കുമ്പോഴത്തേക്ക് വേറെ സൈഡ് എപ്പോഴും എനിക്ക് പോകുന്നുണ്ട്. എനിക്ക് അറിയത്തില്ല എൻ്റെ കൂടെ ഉള്ളതാണെന്ന്. ഏതെങ്കിലും ഒരു സൈഡ് നോക്കുമ്പോൾ വേറെ സൈഡ് പോകുന്നുണ്ട്. ഇപ്പം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ട് ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ കാണാൻ എന്ത് രസം നോക്കി. അപ്പോൾ ഞാൻ ഇതൊക്കെ നോക്കിക്കൊണ്ട് വരുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഇവിടുത്തെ നമ്മുടെ ഇതെല്ലാം വെട്ടിക്കളഞ്ഞാണ് കേട്ടോ. കൊന്നക്കമ്പെല്ലാം വെട്ടിക്കളഞ്ഞതാണ്. ഇവിടേക്ക് ഇനി വൃത്തിയാക്കാണ്ട് ഇതല്ല ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം നല്ല മഴ സമയമാണ് ഗീസ്. അപ്പം മഴ തുടങ്ങിയപ്പോഴാണ് ഞാനൊരു കാര്യം അറിയാം. നമ്മുടെ വീടിൻ്റെ പല ഭാഗങ്ങളും ചോരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് ചോരുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ നമ്മുടെ പകുതി ഓടും ഇളവിപ്പോയി. കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതോ അവിടെ ടാർപ്പ വെച്ചേക്കുന്നുണ്ടോ ഗീസ്. അവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ കുറച്ച് ഓട് പറന്നങ്ങ് പോയി. അതായത് അതിൻ്റെ മണ്ടയിൽ ആൾറെഡി ഓട് പൊട്ടിയിരിക്കുന്നതുകൊണ്ട് മണ്ടയിൽ നമ്മൾ ടാർപ്പ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീണ്ടും പോയി. അങ്ങനെ ചെറുതായിട്ട് പാപ്പ ഇങ്ങനെ കയറൊക്കെ മേലിൽ കൂടി ഇട്ട് ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു വീഡിയോ ഉണ്ട്, നിങ്ങളത് കണ്ടു നോക്കിട്ടോ. കഴിഞ്ഞ ദിവസം നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ കാറ്റും മഴയൊക്കെ കാരണം നമ്മുടെ വീട്ടിൻ്റെ അവിടുത്തെ കുറച്ച് ഓടുകൾ പറന്നുപോയി. അവിടെ ഓട് ആൾറെഡി പോയിരുന്നു. അപ്പോഴത്തേക്ക് ആ കറുത്ത ഷീറ്റ് പോലത്തെ ഒരു സാധനം വെച്ചാണ് അവിടെ മറച്ചിരുന്നത് ഓട്ടിൻ്റെ മണ്ടയിലോട്ട്. അപ്പോൾ ഇപ്പം അത് കാറ്റത്ത് ആ ഓട് പറന്നുപോയി. ഇപ്പം മിക്കവാറും ഇനി മഴ പെയ്യുകയാണെങ്കിൽ അനിയൻ്റെ റൂമാണ് ആ സൈഡ്. അപ്പോൾ അവിടെ നനയാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒരു സൈഡിൽ നിന്ന് റെഡിയാക്കി വരുമ്പോൾ വേറെ സൈഡിൽ നിന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയണത്. അങ്ങനെ കാണുന്നുള്ളൂ. അപ്പോൾ എന്തായാലും വാപ്പാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. വാപ്പ ഇനി വരും. കാര്യം അതിൻ്റെ മണ്ടയിൽ കയറി നിൽക്കാൻ പറ്റത്തില്ല. കാര്യം ഇതെല്ലാം പഴയ കഴുക്കോലും ഇതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ മണ്ട ഈ ഓട് മാറ്റണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഓട് മാറ്റാൻ പറ്റത്തില്ല കേസ്. കാര്യം ഓട് മാറ്റുവാണെങ്കിൽ അതിൻ്റെ മണ്ടയിൽ കയറി ഇരിക്കുവാണെങ്കിൽ എല്ലാം കൂടെ പൊളിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഇതിൻ്റെ മണ്ടയിൽ കയറി ഷീറ്റ് പോലും ഇടാൻ പറ്റത്തില്ല. വാപ്പ ഇതിൻ്റെ മണ്ടയിൽ ഷീറ്റ് ഇട്ടത് ഇങ്ങനെ കല്ലിൽ കയറി കെട്ടിയിട്ട് അപ്പുറത്തോട്ട് എറിഞ്ഞ് അങ്ങനെ കണ്ടാണ് അത് കെട്ടി വെച്ചിരുന്നത്. പക്ഷേ കാറ്റത്ത് അത് പറന്നുപോയി. അപ്പം എന്തായാലും നമ്മുടെ റൂം റെഡി ആയപ്പോഴത്തേക്കും ഈ ഒരു സൈഡ് ഇങ്ങനെ ആയി. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ചെയ്യണം. ഉടനെ അതെന്തെങ്കിലും ചെയ്യും. ഇതങ്ങനെ ടാർപ്പൊക്കെ എറിഞ്ഞ് മേലുന്ന് പിടിച്ച് ഉമ്മയും പാപ്പയും കൂടെ നിൽക്കുകയാണ്. ഇതാണ് ഐഡിയ ആണ്. ഉമ്മാരുടെ അടുത്ത് ഞാൻ മിണ്ടൂല കേട്ടോ. യെസ്, ഉമ്മാരുടെ അടുത്ത് പാപ്പയുടെ അടുത്ത് എനിക്ക് ചെറിയ പിണക്കമുണ്ട്. അതെ, കഴിഞ്ഞ ദിവസം എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു കേസ്. അതുകൊണ്ട് എനിക്ക് അത്രയും ഞാൻ വീഡിയോ എടുക്കാൻ അത്ര ഇതില്ലായിരുന്നു. വലിയ മാറാം. നല്ലോണം പിടിക്കണോ? അതാണ് ഞാൻ ചോദിച്ചത്. അതിൻ്റെ ഇടയിൽ മഴ. എൻ്റെ കൂടെ മഴയും കൂടെ പെയ്തുകൊണ്ടില്ല. അവിടെ ചെറുതായിട്ട് ചോരുന്നു കേട്ടാ. ഈ എന്നിരുന്നാലും നമ്മൾ വിടത്തില്ല. എന്തായാലും അടുത്ത മഴയ്ക്ക് മുമ്പൊക്കെ നമുക്ക് എന്തായാലും എന്തായാലും വാപ്പ അതെല്ലാം സെറ്റാക്കി കേട്ടോ. കേസ് ഇനി നമുക്കിവിടെ ഫ്രണ്ടിൽ എൻ്റെ ഒരു ഇതിൽ ഫ്രണ്ടിൽ ചെറിയ ഒരു നമ്മുടെ പെയിന്റിങ് വർക്കൊക്കെ വരുമ്പോഴത്തേക്ക്, ഇതല്ല ഡ്രോയിങ് വർക്കൊക്കെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം എൻ്റെ മനസ്സിൽ കണ്ട ഒരു സാധനം വരും. അതിന് നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്, ഒരു ടീമിനെ കിട്ടിയിട്ടുണ്ട്. അവർ ഉടനെ വരും. ഗീസ് ഞാൻ എന്തായാലും നമ്മൾ വീഡിയോ ഇട്ട സമയത്ത് ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്നാണ് നമ്മുടെ ഇവിടെ പെയിന്റ് അടിക്കാന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ജനലും വാതിലും എല്ലാം പെയിന്റ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പിന്നെ അതുപോലെ 2ാമത് ആൾക്കാരെല്ലാവരും പറഞ്ഞാണ് സീലിംഗ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഗീസ്. അപ്പോൾ എൻ്റെ റൂമും അനിയൻ്റെ റൂമും ഇടനാഴി എന്നാണ് നമ്മളവിടെ പറയണത്. അതും ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാൻ കേട്ടാ. പിന്നെ ഇവിടെ ചെറുതായിട്ട് ഗ്രാസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ചവിട്ടാനായിട്ട് നമുക്ക് ഗ്രാസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഗീസ് എൻ്റെ റൂമിലും ചോരുന്നുണ്ട് കേട്ടാ. ഗീസ് അപ്പോൾ ഞാൻ എന്തായാലും സീലിംഗ് ചെയ്തത് കാണിച്ചു തരാം. അതിന് മുമ്പ് ലൈറ്റ് ഒന്നും ഇടട്ടെ. ഗീസ് സ്വിച്ച് ബോർഡ് മാറ്റി. ഇതാണ് നമ്മുടെ നോർമൽ ലൈറ്റ്. വേറൊരു സംഭവം കൂടെ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പം എങ്ങനെയുണ്ട് ഗീസ്? വെട്ടം എങ്ങനെയുണ്ട്? ഇപ്പം എൻ്റെ റൂമിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു വെട്ടം കിട്ടുന്നുണ്ട്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഗീസ് വീട്ടിൻ്റെ മേലിൽ നമ്മൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് ഗീസ്? അങ്ങനെ നമ്മുടെ സീലിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസം സീലിങ്ങിൻ്റെ പരിപാടിയും കാര്യങ്ങളായിരുന്നു. ഇവിടെയും നമ്മുടെ ഈ ഇടനാഴിയും അതുപോലെ തന്നെ നമ്മുടെ അനിയൻ്റെ റൂമിലും സീലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഗീസ് അവൻ്റെ അക്വേറിയം. ഒരുപാട് പേര് അക്വേറിയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അക്വേറിയം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ലൈറ്റൊക്കെ വെച്ചിട്ട്. ഇനി ഇതിനകത്ത് മീനും കാര്യങ്ങളൊക്കെ ഇടണം. അതാ ഇട്ടിട്ടില്ല. അക്വേറിയം ഒക്കെ ഇപ്പോൾ അടിപൊളിയാക്കി ചെറുക്കൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗീസ്. പിന്നെ നമ്മുടെ അടുക്കളയുടെ ആ ഭാഗമൊക്കെ ചോരുന്നുണ്ട്. പിന്നെ എൻ്റെ റൂമിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നാണ്
കാണുന്നത് ജസ്റ്റ് ആ ലൈറ്റിന്റെ മേളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ട്, വെള്ളം വീഴുന്നുണ്ട്. മഴ സമയമായപ്പോഴാണ് പല പണികളും പലതും നമ്മൾ അറിയുന്നത്. ആ രണ്ട് മൂല നോക്കിയാലും ചെറുതായിട്ട് ചോരുന്നുണ്ട്. വേറെ സീനൊന്നുമില്ല. പിന്നെ പണി നടന്നുകൊണ്ട് തന്നെ എല്ലാവരും ഇതിൽ ചവിട്ടി ഇതിന്റെ മേലെ കയറിയെന്നാണ് കൂടുതലും പണി ചെയ്തത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് പെയിന്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. ഇതെല്ലാം കേസ് നമ്മൾ ഉടനെ റെഡിയാക്കും. വേറെ ഒന്നുമില്ല, ഇപ്പൊ റൂം അങ്ങനെ അടിപൊളിയായിട്ടുണ്ട് കേസ്. ഞാൻ വിചാരിച്ച കാര്യം, ഞാൻ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്റെ റൂം ഇങ്ങനെ ആയിരിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ചെയ്യുക. ഇവിടെ അച്ചു ശ്രീകുണ്ടും വന്നിട്ടുണ്ട്. അച്ചു ഇവിടെ പോണ്ടാ, സ്റ്റേഷനിൽ പോണ കേട്ടാ. ഇവൻ ഈ കാണാനൊന്നുമല്ല, ഈ ചെറിയ ഇതിനുള്ളിൽ വലിയ ക്രൈമുകളാണ് നടക്കുന്നത്. പെൺകുട്ടികളെ വശീകരിക്കുന്നെന്നാണ് കേട്ടത്. ഇവന് പോസ്കോ ഉണ്ട് കേസ്. അപ്പൊ ഇവന്റെ കേസ് വാദിക്കാനായിട്ട് ഇന്ന് ചെല്ലാൻ പറഞ്ഞ സ്റ്റേഷനിലോട്ട്. അപ്പൊ എന്നെ കൂടെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും പോയിട്ടില്ലേ, എന്നെ പിടിച്ചിട്ടോടെ അവിടെ. കേസ് ഇന്ന് സ്റ്റേഷൻ വ്ളോഗും കൂടെ ആവാൻ കേട്ടാ. ഇന്ന് ലോകകപ്പ് കാണിക്കുമല്ലേ? ഓക്കെ, ഇന്ന് ലോക്കപ്പ് ബ്ലോഗും കൂടെ ആക്കാം കേസ്. അപ്പൊ വീട് റെനോവേഷൻ പ്ലസ് ലോക്കപ്പ് ബ്ലോഗ്. ഇവനെയൊക്കെ വേണം പോലീസ് പിടിച്ചോണ്ട് പോവാൻ. ചെല്ല് അണ്ണന്റെ കൂടെ ചെല്ല്. വൈകിട്ട് വീട്ടിൽ പറഞ്ഞേ ശ്രീകുട്ട, സ്റ്റേഷനിൽ നിന്ന് വരാൻ വയ്യ, വൈകിട്ട് വീട്ടിൽ വരണോ? ചെല്ല്. ജയിലിൽ കയറുന്ന മുമ്പ് വയറ് വീപ്പിക്കുന്ന അച്ചു. ആ കാണുന്നതാണ് പോലീസ് സ്റ്റേഷൻ. അച്ചു അങ്ങനെ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് പോവുകയാണ്. ഇവനെ സ്റ്റേഷനിലും കൊണ്ടുവന്ന് ജയിലിൽ ഇട്ടിട്ട് വരാം. അടുത്ത വ്ളോഗിൽ കാണൂല. ഇനി അങ്ങോട്ടുള്ള വ്ളോഗിൽ കാണൂല, ഇത് കിട്ടുന്നവരാ. അങ്ങനെ നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതങ്ങനെ രാജ്യദ്രോഹിനെ കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ട്. ഇടാ വീട്ടിൽ പോടാ. എന്തിന് സ്റ്റേഷനിൽ പോയത്? പാസ്പോർട്ട് വെരിഫിക്കേഷൻ. സ്റ്റേഷനിൽ പോയുമ്പോ ഇവനെ കൊണ്ട് നല്ല പയ്യനുള്ള അവാർഡാണ്. ഉടനെ കയറി പോകും ഇവൻ. ഉടനെ നമ്മുടെ അച്ചു നമ്മുടെ നാട് വിട്ട് പോകുന്നതാണ്. നിങ്ങൾ അനുഭവിക്കും ബ്രോ. ബ്രോ മിസ്റ്റേക്ക് വന്നാ പിസ ആയിരിക്കുമ്പോ വിസ ആയിരിക്കൂല. ഉടനെ പോ. എപ്പടി ഇருக்கு ബ്രോ? ഗീസ് പിന്നെ ഇവിടെയൊക്കെ ചെറിയ ചെടികളും കാര്യങ്ങളൊക്കെ വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെടികളൊക്കെ പേരെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെയായിട്ടൊന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഇനി അങ്ങോട്ട് കിടിലം വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയാസ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി എൻ്റെ അടുത്തൊന്ന് ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ടോ നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഓരോന്നും ചെയ്യുന്നത്. നമ്മുടെ സീലിംഗ് ആയാലും അതുപോലെ തന്നെ ജനലിൽ പെയിന്റ് അടിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കമന്റ് വഴിയാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെട്ടൊന്ന് കമന്റ് ചെയ്യുക, മടിക്കരുത്. സീലിംഗ് ഇഷ്ടമായെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു സീലിംഗ്. അങ്ങനെ നമ്മുടെ സീലിംഗിന്റെ പരിപാടി കഴിഞ്ഞ് എനിക്ക് നമ്മുടെ പെയിന്റിങ്ങിന്റെ പരിപാടിയാണ്, അതായത് ഡ്രോയിങ്ങിന്റെ ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പൊ എന്നെ ഒരു ടീം കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഉടനെ ചിലപ്പോൾ അതും കൂടെ കാണും. അതും കൂടെ ആകുമ്പോഴത്തേക്ക് ഏകദേശം പരിപാടിയൊക്കെ കഴിയും. പിന്നെ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ജനലും വാതിലും ഒക്കെ ജസ്റ്റ് ഒന്ന് പെയിന്റ് അടിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതൊക്കെ പെട്ടെന്ന് തീരും. ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് ഇത്രയുള്ളൂ. നമ്മുടെ സെക്കൻഡ് ചാനലാണ് കേസ് നമ്മൾ കിടിലം വൈബ് വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. അസീം വ്ളോഗ്സ് എന്നാണ് ചാനലിന്റെ പേര്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ഞാൻ എന്തായാലും എന്റെ റൂമിൽ ഇരുന്ന് ഞാൻ ഒരു ഔട്ട്രോ എടുക്കുകയാണ്. ഫസ്റ്റ് ഔട്ട്രോ ഇൻ മൈ റൂം ഗേസ്. എന്റെ റൂമിൽ ഇരുന്ന് ആ ഫസ്റ്റ് ഔട്ട്രോ ആണ് ഗേസ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എത്തുള്ളൂ. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടക്കാച്ച് വ്ളോഗ് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഗേസ്. ലവ് യു ആൾ. ടാറ്റാ.